പദ്ധതി വിഹിതം 1,66,00,000. 1 കോടി ചെലവഴിച്ചത് 1,48,00,000. ചേച്ചി എത്ര രൂപ വരുമാനമുണ്ട്? അല്ല, എല്ലാം കൂടെ കൂട്ടി നോക്കിയല്ലേ അറിയുള്ളൂ. അതല്ലെന്ന്, അളിയന് ഒരു മാസം എത്ര രൂപ വരുമാനം ഉണ്ടെന്ന്. അതിപ്പോ ഈ പിടുത്തെല്ലാം കഴിഞ്ഞ് ഇതിപ്പോ എനിക്ക് കൃത്യമായി അറിയില്ല. കഷ്ടം. അല്ല, കാര്യങ്ങളൊക്കെ പപ്പേട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോണില്ലേ? കഷ്ടം തന്നെ ചേച്ചിയുടെ കാര്യം. സ്വന്തം ഭർത്താവിന് എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് ഭാര്യയ്ക്ക് അറിയില്ല എന്ന് വെച്ചാ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അളിയന്റെ കാര്യം ഗോവിന്ദ, അതാണ് ലക്ഷണം. നീ അവിടെ എവിടെയും തൊടാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഈ നാട്ടിലുള്ളവർക്കൊക്കെ ജാമ്യം നിന്ന് പൈസ എടുത്തു കൊടുക്കാനേ ഇവിടത്തെ അളി എന്തോന്ന് വേൾഡ് ബാങ്കാണ്. എത്ര പേർക്കാണ് അളിയെ ജാമ്യം നിന്ന് കാശ് എടുത്തു കൊടുത്തതെന്ന് ചേച്ചിക്ക് അറിയാമോ? അല്ല, ഞാനിതൊക്കെ കുറെ കാലം കൊണ്ട് പറയണ. പക്ഷെ എന്ത് ചെയ്യാം, ആര് വന്ന് സങ്കടം പറഞ്ഞാലും മുന്നും പിന്നും നോക്കാതെ പപ്പേട്ടൻ ജാമ്യം നിൽക്കും. പിന്നെ പള്ളിപ്പുറത്തെ വസുമതി ചേച്ചിയുടെ അച്ഛന്റെ ആണ്ടിന് ഞാൻ ഇന്നലെ പോയി. അപ്പോഴാണ് അളിയന്റെ കൂടെ ജോലി ചെയ്യുന്ന ഭാസ്കര സാറിനെ ഞാൻ കണ്ടത്. ചേച്ചിക്ക് അറിയാം? ഈ ഭാസ്കര സാർ പറഞ്ഞിട്ടാണ് കാര്യം ഞാൻ അറിയുന്നത്. എന്ത് കാര്യം? അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് ഒരുത്തന്മാര് പോലും കാശടക്കുന്നില്ലാന്ന്. അതെല്ലാം എവിടെന്നാ? അളിയന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ്. ആണോ? അല്ല, പെണ്ണ്. ഇതൊക്കെ ചേച്ചി ചോദിക്കണം. നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയിടുന്ന പോരാ. ഇപ്പൊ ഞാൻ ഇതിവിടെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ പുത്തമ്പാലത്തെ ഗോപി അണ്ണനെ ഒരു 5-6 കൊല്ലം മുമ്പ് KSF ലോൺ എടുത്തത് മുഴുവൻ അടച്ചു തീർത്തതേ ഇവിടത്തെ സിബി മഹാരാജാവാണ്. സിബി മഹാരാജാവ്? ഇവിടത്തെ അളിയൻ പപ്പേട്ടനാ? ഓടാ അവിടുന്ന്. അതൊക്കെ ഗോപിയേട്ടൻ കൃത്യമായിട്ട് അടക്കുന്നുണ്ട്. എന്നോട് എന്തായാലും പപ്പേട്ടൻ കള്ളം പറയില്ല. കഷ്ടം. ഇവിടെ ധർമ്മപുത്രരുടെ കള്ളം പറയുന്നത് പിന്നെയാണ് നമ്മുടെ ഇവിടത്തെ ഓടക്കായ അളിയൻ. അല്ല, എന്താണ് ഇപ്പൊ പ്രശ്നം? വിഷയം വേറെ ഒന്നും അല്ല. നമ്മുടെ ഗോപിയണ്ണന്റെ മരുമകന് ബിസിനസ് തുടങ്ങാൻ ഇവിടെ നിന്നൊക്കെയോ ലോൺ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതിന് സാലറി സർട്ടിഫിക്കറ്റ് വേണം. അളിയനെ കണ്ട കാര്യം നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോപിയണ്ണന്റെ മരുമോൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി ഇവിടെ ഒരു കാരണവശാലും അളിയനോട് സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കരുതെന്ന് ഭാസ്കര സാറ് എന്നോട് പ്രത്യേകം പറഞ്ഞു. ആ കാര്യം ചേച്ചിയോട് പ്രത്യേകം പറയണമെന്നും ഭാസ്കര സാർ എന്റെ അടുത്ത് പറഞ്ഞു. സംഭവം അളിയൻ വലിയ തടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൃദയം പിഞ്ചല്ലേ. ആരെങ്കിലും വന്ന് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അളിയെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു കളയും. അല്ല, അങ്ങനെ ഓവറായിട്ട് അലിയാൻ പാടില്ല. അങ്ങനെ വരണം. ഞാൻ എന്തായാലും തിരക്കാം. പപ്പേട്ടൻ ആർക്കൊക്കെ ജാമ്യം നിന്നുണ്ടെന്ന് അറിയണം. ചേച്ചി ഒരു അന്വേഷണ കമ്മീഷനായി അതൊക്കെ ഒന്ന് തിരക്കണം. തിരക്കും. പപ്പേട്ട ചായ 64-32. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. നമുക്കിവിടെ ഒരു പെങ്കൊച്ചു വളർന്നു വരുന്നുണ്ട്. ഇവിടെ പെങ്കൊച്ചു വളർന്നു വരാന്ന്. അവള് ജരാസന്ധനെ പോലെ അനുനിമിഷം വളർന്നോണ്ടിരിക്കൊന്നും അല്ലല്ലോ പത്മം. ഇപ്പം പഠന ചെലവ് എത്ര ലക്ഷാന്നറിയോ? 5-10 കൊല്ലം ദേന്ന് പറയുമ്പോ അങ്ങോട്ട് പോവും. കല്യാണ ചെലവ് തന്നെ കോടികള്. അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടക്കുമെന്നേ. അല്ല, പപ്പേട്ടിന് ഇപ്പൊ മാസം എത്ര രൂപ കൈ കിട്ടുന്നുണ്ട് ശമ്പളമായിട്ട്? അത് പിന്നെ കണ്ടോ, അതുപോലും പപ്പേട്ടിന് കൃത്യമായിട്ട് അറിയില്ല. എങ്ങനെ അറിയാനാ? പപ്പേട്ടൻ പലർക്കും വേണ്ടി ജാമ്യം നിന്ന് സഹായിക്കേണ്ടെന്ന് എനിക്കറിയാം. അല്ല, അതിൽ എത്ര പേര് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്? ഒരുപാട് പേര് അടയ്ക്കുന്നുണ്ട്. അത് ശരി. അപ്പൊ 1-2 പേരൊന്നും അല്ല. ശരിയാത്തില്ല പപ്പേട്ട. അതെ, നിങ്ങൾക്ക് അറിയില്ലേ പുത്തമ്പാലത്തെ ഗോപിനാഥനെ? അയാൾ ബാങ്കിൽ നിന്ന് എടുത്ത കാശ് ബലത്തിൽ അടച്ചു തീർത്തത് പപ്പേട്ടനാണോ? ആണോ അല്ലയോ? അത് പിന്നെ അയാൾക്ക് 3 പെമ്മക്കളാ. ഒരു ബിസിനസ് തുടങ്ങി അതങ്ങ് പൊളിയുകയും ചെയ്തു. പണം അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല പത്മം. കട്ടത്തറയിൽ ഒരാളോട് മുങ്ങാങ്കുഴി ഇടണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? ശരി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതെ, പുത്തമ്പാടത്ത് ഗോപിയേട്ടന്റെ മരുമോൻ പപ്പേട്ടനെ കാണാൻ വരും. എന്തിന്? വേറെന്തിന്?
പപ്പേട്ടന്റെ സാലറി സർട്ടിഫിക്കറ്റിന്. ഏ? നീ എങ്ങനെ അറിഞ്ഞു? ആ അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ ഗോപിയുടെ മരുമോൻ വിളിച്ചിരുന്നു, പക്ഷെ ഇതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പറയില്ല. പക്ഷെ നോക്കിക്കോ പപ്പേട്ട, അവൻ പപ്പേട്ടനെ കാണാൻ വരും. സാലറി സർട്ടിഫിക്കറ്റ് ചോദിച്ചാലേ പറ്റില്ല എന്ന് മുഖത്തോക്കി പറയണം. ശ്ശെ, ഈ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം. അതാണല്ലോ പപ്പേട്ടന് പറ്റാത്തത്. ശ്ശെ. ഈ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം. അതാണല്ലോ പപ്പേട്ടന് പറ്റാത്തത്. അളിയ, അളിയനെ പോലെ ഒരാളിനെ പറ്റിക്കാൻ നല്ല എളുപ്പമാണ്. അച്ഛൻ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ അച്ഛാ. ശരിയാ, ഇത്രയും പാവമാവാൻ പാടില്ല. ക്രുദ്ധനാകേണ്ട സമയത്ത് ക്രുദ്ധനായേ പറ്റൂ. നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറഞ്ഞേ പറ്റൂ. പേന ഇതെവിടെ? ആ അളിയ, പേന ഉണ്ട് അളിയ? നോ. നോയാ? സാറേ, വല്ലെന്താ സാറേ? നോ, 10 പൈസ തരില്ല. കഴിഞ്ഞ മാസം സാർ എനിക്ക് 10 രൂപ തന്നിരുന്നു. ഇനി തരില്ല. സാർ, സാറേ ഇനി വന്നേ. വേണമെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു തരാം. അയ്യോ, ഞാനിപ്പോഴും മട്ടൻ ബിരിയാണി കഴിച്ചേ ഉള്ളൂ സാറേ. സാർ ഒരു പാർസൽ എടുത്ത് തന്നാലും മതി. നോ. നമസ്കാരം സർ. ആരാ മനസ്സിലായില്ല? എന്റെ പേര് സുമേഷ്. എങ്ങനെ കേട്ടില്ല? സുമേഷ്, സുമേഷ്. ആ, ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചിരുന്നു. ഗോപിനാഥന്റെ മരുമകനാ. ഗോപിനാഥൻ ഇപ്പൊ എവിടെയാ? മയ്യനാട്. വയനാട്ടിൽ പോയിട്ട് എത്ര കാലമായി? വയനാടല്ല, മയ്യനാട്. ഓ, മയ്യനാട്. മയ്യനാട്. സുരേഷ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? സുമേഷ്. ആ, സുമേഷ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ മെഡിക്കൽ കോളേജിനടുത്ത് ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങാനുള്ള ആ, പരിപാടിയാണ്. നല്ല കാര്യം. ഇപ്പോ KSF ഒരു ചിട്ടി വീണായിരുന്നു 10 ലക്ഷത്തിന്റെ. ആ, അതിലും നല്ല കാര്യം. കമ്പ്യൂട്ടർ സെന്ററിന് എന്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അല്ല സാറൊന്ന്. ഗോപി എന്റെ പ്രത്യേക അന്വേഷണം അറിയിക്കണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പൊ പിന്നെ കാണാം. അപ്പൊ ഞാനിങ്ങ അങ്ങോട്ട് പോയി. സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം സുരേഷ്. അല്ല സുമേഷ്, അല്ല എനിക്ക് ഈ 7 മണിക്കുള്ള ട്രെയിനിൽ ഈ പിന്നെ സബർമതി ആശ്രമത്തിലോട്ട് പോവുക. 2 ദിവസം അല്ല 9 ദിവസം കഴിഞ്ഞേ വരും. അപ്പം 10ാമത്തെ ദിവസം നമുക്ക് കാണാം. ഓക്കെ, കാണാം. അല്ല അപ്പം ഞാൻ അങ്ങോട്ട് എവിടെ? ഞാൻ പോയി. ശരി, ഞാൻ പോയി. ആ പപ്പേട്ടാ, ആ പപ്പേട്ടനെ തിരക്കി ആ പുത്തമ്പാലത്തെ ഗോപിയേട്ടന്റെ മരുമോ വന്നിരുന്നു. ആ, ഞാൻ വരുന്ന വഴിക്ക് വെച്ച് കണ്ടായിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? വന്ന കാര്യം സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു നടക്കില്ല. അങ്ങനെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞില്ല. അവൻ എന്തോ കമ്പ്യൂട്ടർ സെന്ററോ എന്തോ തുടങ്ങുന്നു പറഞ്ഞു വന്നപ്പോ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ സുമേഷേ, ഞാൻ ഇവിടെ കാണത്തില്ല, സബർമതി ആശ്രമത്തിൽ പോയിട്ട് 10 ദിവസം കഴിഞ്ഞേ വരൂന്ന്. പിന്നെ ഒന്നില്ല, അവനങ്ങ് പോയി. അയ്യേ, അളി അങ്ങനെ പറയണ്ടായിരുന്നളിയാ. അബദ്ധം അല്ലാതെ ഈ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് കയറി വരൂലേ? ലോണിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ സുമേഷ അത് നടക്കൂല. നിന്റെ അച്ഛന്റെ ബാധ്യതയായ 15,000 രൂപ, 2.5 ലക്ഷം രൂപ. ഈ 2.5 ലക്ഷം രൂപ ഞാനാണ് അടച്ചു തീർത്തത്. ഇനി ഒരൊറ്റയാൾക്ക് ജാമ്യം നിൽക്കുന്ന പ്രശ്നമില്ല എന്നങ്ങ് അറുത്ത് മുറിച്ച് പറയണ്ടായിരുന്ന അളിയാ. അതോടുകൂടി പ്രശ്നമൊക്കെ തീരുമല്ലോ. അത് ഞാൻ പറയും എപ്പോ? ഇനി വരുമ്പോ. പിന്നെ അളിയാ, ഇത് എന്നാണ് സബർമതി ആശ്രമത്തിൽ പോണെന്ന് പറഞ്ഞത്? അത് ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇട്ടതല്ലേ. എന്നിട്ട് ചെറിയൊരു കള്ളം. പപ്പേ
പപ്പേട്ട കള്ളം പറയാൻ തുടങ്ങിയ പപ്പേട്ട എനിക്ക് സന്തോഷായി. കൊച്ചു കൊച്ചു കള്ളൊക്കെ പറയണം പപ്പേട്ട. എനിക്കാണെങ്കിൽ അങ്ങ് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ അളിയ. അളിയൽ ഞാൻ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. കള്ളൊക്കെ പറയണോ അളിയ? അളിയ കള്ളം പറയാൻ തുടങ്ങി എന്ന് കേട്ടപ്പോ സത്യമാണ് ചേച്ചി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും. പക്ഷെ ആ 10 ദിവസത്തെ ഗ്യാപ്പ് വേണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ 10 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. അവന് മറ്റു വല്ലവരെയും കണ്ട് ഒരു സാലറി സർട്ടിഫിക്കറ്റ് ആ സമയം കൊണ്ട് ഒപ്പിക്കാവല്ലോ. മുട്ട കൊണ്ടേ കളഞ്ഞു. ഇപ്പോഴാണ് പപ്പേട്ടന് ഒരു സാധാരണ മനുഷ്യനായത്. എന്റെ പപ്പേട്ട ഒരു ചെകിടത്തടിച്ച മറുകരണം കാട്ടിക്കൊടുക്കണം എന്നുള്ള പോളിസി നമ്മൾ കളയണം. മനസ്സിലായോ? ദേഷ്യപ്പെടേണ്ട അടുത്ത് നമ്മൾ ദേഷ്യപ്പെടുക തന്നെ ചെയ്യണം. തെറി പറയാനുള്ള അവസരത്തിൽ തെറി പറയണം. ഒരു ചെറിയ തെറി പറയേണ്ട സ്ഥലത്ത് നമ്മൾ വലിയ മുട്ടൻ തെറി തന്നെ പറയണം. അവ പറഞ്ഞു വരും. മനസ്സിലായ? ഞാൻ ഇങ്ങോട്ട് നോക്കിയേ, കുറച്ച് ലേറ്റസ്റ്റ് തെറികൾ ഞാൻ അളിയന് പറഞ്ഞുതരാം. പത്മശ്രീ പത്മനാഭൻ ഇനി മുതൽ ഒരു പുതിയ ആളായിരിക്കും. നിങ്ങൾ കണ്ടോ? മാറ്റമുണ്ടല്ലേ? മാറ്റമുണ്ട്.